ദുബായ് കൊച്ചി കപ്പൽ സർവീസ് നടത്താൻ താൽപര്യമുള്ളവർക്ക് സർക്കാർ പിന്തുണ നൽകുമെന്ന് മാരിടൈം ബോർഡ് ചെയർമാൻ NS പിള്ള. കപ്പൽ സർവീസ് ആരംഭിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതായും അദ്ദേഹം പറഞ്ഞു. കേരള മുഖ്യമന്ത്രി, തുറമുഖ ടൂറിസം വകുപ്പ് മന്ത്രിമാർ എന്നിവരുടെ നിർദ്ദേശപ്രകാരം കേരള മാരിടൈം ബോർഡും മലബാർ ഡെവലപ്മെന്റ് കൌൺസിലും സംയുക്തമായി കപ്പൽ സർവീസ് ആരംഭിക്കാൻ സന്നദ്ധത അറിയിച്ചവരുടെ യോഗം ചേർന്നു. മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ ഓഫീസിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് ഷവലിയർ C. ചാക്കുണ്ണി അധ്യക്ഷത വഹിച്ചു. അമിത വിമാന നിരക്കും കോഴിക്കോട്ട് വലിയ വിമാന സർവീസ് ആരംഭിക്കാത്തതും കപ്പൽ സർവീസിന്റെ അനിവാര്യതയും അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൊച്ചി ദുബായ് യാത്രാ ചരക്ക് കപ്പൽ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയതായും സർവീസ് നടത്താൻ കരാറിൽ ഏർപ്പെട്ടവർക്ക് എല്ലാ അനുമതികളും 4 ദിവസത്തിനുള്ളിൽ ലഭ്യമാക്കുമെന്നും മാരിടൈം ബോർഡ് ചെയർമാൻ NS പിള്ള യോഗത്തിൽ അറിയിച്ചു. യോഗത്തിൽ പങ്കെടുത്തവരുടെ സംശയങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകി. ലക്ഷറി ആസ്വദിക്കുന്ന ആളുകളെ നമ്മളിപ്പോൾ ട്രെയിനിൽ പറയില്ല, ഫസ്റ്റ് AC, സെക്കൻഡ് AC, തേർഡ് AC, സെക്കൻഡ് ക്ലാസ്, ഓർഡിനറി ക്ലാസ് എന്ന് പറയുന്നത് പോലെ ആളുകളുടെ പേ കപ്പാസിറ്റി അനുസരിച്ച് ഫെസിലിറ്റീസ് കൊടുത്തുകൊണ്ട് കാശുള്ളവനെ നമ്മൾ ഡ്യൂട്ടി ചെയ്യുക, കാശില്ലാത്തവന് സാധാരണ റേറ്റ് കൊടുക്കുക. അങ്ങനെ വന്നാലേ വയലുള്ള കാശ് കൊടുക്കുക. സർവീസ് നടത്താൻ മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ വഴി ലഭിച്ച അപേക്ഷകൾ പ്രസിഡന്റ് C. ചാക്കുണ്ണി NS പിള്ളയ്ക്ക് കൈമാറി. യോഗത്തിൽ CA ബ്യൂട്ടി പ്രസാദ്, PV ചന്ദ്രൻ, കാലിക്കറ്റ് ചേംബർ മുൻ പ്രസിഡന്റുമാരായ ഡോക്ടർ K. മൊയ്തു, സുബൈർ കൊളക്കാടൻ, റാഫി P. ദേവസി, MDC സെക്രട്ടറി കുന്നോത്ത് അബൂബക്കർ, മധുജിത്ത് കേലാട്ട്, ഫൈസൽ മുഹമ്മദ്, CC മനോജ്, ശരത് V എന്നിവർ പങ്കെടുത്തു. MDC ഖജാൻജി MV കുഞ്ഞാമു, തുറമുഖ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ക്യാപ്റ്റൻ അശ്വിനി പ്രതാപ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.